ദൂദ്സാഗർ വെള്ളച്ചാട്ടം വഴിയുള്ള ആ ഒരു അടിപൊളി ട്രെയിൻ യാത്ര വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് പൂർണ്ണ എക്സ്പ്രസ്സിലാണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ മഡ്ഗാവ് ജംഗ്ഷനിൽ 1 മണിക്കൂർ ബിഫോർ ടൈം അടിച്ചൊന്ന് കിടക്കുകയാണ്. നമ്മുടെ ലോക്കോ ആണ് ആ കിടക്കുന്ന പൂനെയുടെ WDP-4D. അതവിടെ എണ്ണ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, റീഫ്യൂലിംഗ് ചെയ്യുകയാണ്. അപ്പോൾ എണ്ണ അടിച്ചിട്ട് ആ ലോക്കോ നമ്മുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനെ കൊണ്ട് പിടിപ്പിക്കും. ലോക്കോ റിവേഴ്സിന് എടുത്ത് ലോക്കോ പിടിപ്പിച്ചിട്ടാണ് നമ്മളിനി ടുവാർഡ്സ് ദൂദ്സാഗർ ഭാഗത്തേക്ക് പോകുന്നത്. ഇപ്പോൾ പൂനെയുടെ ഒരു 4D ആണ് ലോക്കോ 40313. നമ്മളിവിടെ രാവിലെ 8:30 എത്തിയാണ്. ഇവിടെ നിന്ന് വിടുന്ന സമയം 9:55, അതായത് 10 മണി. 1.5 മണിക്കൂർ ഇവിടെ പോസ്റ്റാണ് കേട്ടോ. നമ്മൾ സ്ലീപ്പറിനാണ് യാത്ര ചെയ്യുന്നത്. നമ്മൾ സ്ലീപ്പറിൽ യാത്ര ചെയ്താലേ നമുക്ക് ആ ഒരു ഫീൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ റൈറ്റ് സൈഡ് ഇരിക്കണം, എന്നാലേ നമുക്ക് ആ ഫോൾസ് ശരിക്കും കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. നമ്മുടെ ലോക്കോ തന്നെ റിവേഴ്സ് അടിച്ച് തന്നെ വരുന്നുണ്ട്. രാവിലെ കഴിക്കാൻ വേണ്ടി നല്ല അടിപൊളി പാവ് ഭാജി മേടിച്ചു കേട്ടോ. പാവ് ഭാജി ഇത് ഗോവൻ സ്റ്റൈൽ അല്ലേ, ഇത് മറ്റേ മുംബൈ സ്റ്റൈലാന്ന് തോന്നുന്നു. 9:55 നമ്മുടെ പൂർണ്ണ എക്സ്പ്രസ് മഡ്ഗാവിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. പക്ക ഓൺ ടൈമിനാണ് ഇപ്പോൾ ഓടുന്നത്. ഓൺ ടൈമിനാണ് നമ്മളെടുത്തു. നമ്മളിനി ദൂദ്സാഗർ വെള്ളച്ചാട്ടം വഴി ബലഗാവിയിലേക്ക് പോവാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ഹൂബ്ലി ഡിവിഷനിലൂടെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ കലേന്ന് എന്നൊരു സ്റ്റേഷൻ ഉണ്ട്, അവിടം വരെ ഡബിൾ ലൈനാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സിംഗിൾ ലൈനാണ് കേട്ടോ. കൊല്ലം എത്തുന്നതിന് മുമ്പുള്ള സ്റ്റോപ്പാണ് ഈ സെൻവേർഡൻ ചർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മളൊരു 6 മിനിറ്റ് ബിഫോർ ടൈം അടിച്ചു വന്നിരിക്കുകയാണ്. സെൻവേർഡൻ ചർച്ചിൽ നിന്ന് ഒരു 5 മിനിറ്റ് ലേറ്റ് ആയിട്ട് നമ്മൾ അങ്ങനെ എടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്തത് കുലമാണ്. അവിടെയാണ് നമ്മുടെ വണ്ടിക്ക് ബാങ്കർ ലോക്കോ ഓടിപ്പിക്കുന്നത്. കാണിച്ചു തരാവേ. പുറകിൽ ഈ ഗാർഡ്സ് കയറാൻ വേണ്ടി സഹായിക്കുന്ന ലോക്കോസിനാണ് ബാങ്കർ ലോക്കോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ വെയിലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഗാർഡ്സിൽ മഴ കിട്ടിയ ഭാഗ്യം, പക്ഷെ വെള്ളമുണ്ട് കേട്ടോ. ദൂദ്സാഗറിൽ വെള്ളമൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു.
ഈ കലയും സ്റ്റേഷൻ കഴിഞ്ഞിട്ടേ ഫുള്ള് വനപ്രദേശമാണ് കേട്ടോ. നമ്മളിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മറ്റേ ഭഗവാൻ മഹാവീർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട്. ഈ ഭഗവാൻ മഹാവീർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണ് നമ്മുടെ ദൂദ്സാഗർ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ദൂദ്സാഗർ വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ടാണ് ഈ കർണാടക സംസ്ഥാനവും കയറുന്നത്. ദൂദ്സാഗർ ഉള്ളത് ഗോവ സംസ്ഥാനത്തിലാണ്. നമ്മളങ്ങനെ കുലം സ്റ്റേഷനിലേക്ക് കയറുവാണ്. കുറേ എന്തോരം ഡീസലൊക്കെ കിടക്കുന്നത് നോക്കി. ഈ ട്രിപ്ലറ്റ്സ് വല്ലായിരിക്കും മിക്കവാറും നമ്മുടെ ബാങ്കർ കേട്ടോ. ട്രിപ്ലറ്റ്സ്, അതിൻ്റെ പുറകിൽ വേറെ DG4, ഇപ്പുറത്ത് അയ്യോ കുറേ ഉണ്ട് ഇത് കേട്ടോ. ഈ കിടക്കുന്ന ഗുഡ്സ് കിട്ടില്ല, ഈ ഗുഡ്സ് ഗാർഡ്സ് ഇറങ്ങി വന്നതാണ്. ഇപ്പോൾ ഗാർഡ്സ് ഇറങ്ങി വന്നപ്പോൾ അതിൻ്റെ ബ്രേക്കർ ലോക്കോസ് ആയിരുന്നു ആദ്യം കണ്ട 3 WDG4 ലോക്കോസ്. അതിൻ്റെ ബാഗിലത്തെ ആ 2 ലോക്കോയാണ് ഇതിൻ്റെ ശരിക്കുള്ള ലോക്കോസ് പോലെ. അപ്പോൾ മൊത്തം 5 എണ്ണം ഉണ്ടായിരുന്നു ഈ വണ്ടി ഇറങ്ങി വരാൻ നേരത്തെ ലോക്കോസ് പോലെ, 5 ലോക്കോസ്. അപ്പോൾ ഭാഗ്യമുണ്ട് ഇതേപോലെ ഗാർഡ്സിലും ഇതേപോലെ 5-6 ലോക്കോസ് വെച്ചുള്ള ഗുഡ്സ് ക്രോസിങ് കിട്ടും. ഗാർഡ്സിൽ നല്ല മഴയുണ്ടെന്ന് തോന്നുന്നു, കാരണം എന്താണ് മഴക്കാറുണ്ട് ഗാർഡ്സിൽ, കണ്ടോ അടിപൊളി. അപ്പോൾ ഇവിടെ നമുക്ക് ബാങ്കർ ലോക്ക് പിടിപ്പിക്കും. അപ്പോൾ നമുക്ക് ബാങ്കർ ലോക്ക് നോക്കാം ഇത് തന്നെയാണോ എന്ന്. ചിലപ്പോൾ നേരത്തെ കണ്ടത് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഇവിടെ ഏതോ ഒരു 2 ലോക്കോസ് ഇവിടെ ഇട്ട് എരപ്പിക്കുന്നുണ്ട്, ചിലപ്പോൾ അതും ആയിരിക്കാം. നോക്കാം എന്തായാലും ഏതാണെന്ന്. അതേ ഈ പോകുന്നതായിരിക്കും മിക്കവാറും നമ്മുടെ ബാങ്കേഴ്സ് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, ഹൂബ്ലിയുടെ WDP4B. പിന്നെ അതിൻ്റെ ബാക്കിൽ ഇതേതാണ്, അതും WDP4B ആയിരിക്കും. ഹൂബ്ലിയുടെ ലോക്കോസ് കേട്ടോ, അത് WDP4 അല്ല, 2 WDP4B. അത് WDP4 എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ, അത് മിസ്റ്റേക്കാണ്. അപ്പോൾ ഈ 2 WDP4B ലോക്കോസാണ് നമ്മളെ ബാങ്ക് ചെയ്ത് നമ്മുടെ വണ്ടിനെ ഈ ബ്രാഗൻസ ഗാർഡ് സെക്ഷൻ കയറ്റുന്നത്. അപ്പോൾ ബാങ്കർ ലോക്കോ അതുകൊണ്ട് പിടിപ്പിക്കുകയാണ്. അതിൽ ക്രൂവും കയറി, ഗാർഡും കയറി, എല്ലാവരും കയറി. അപ്പോൾ നമുക്കിനി നേരെ കോച്ചിൽ പോവാം. ഫുള്ള് ഡീസൽ സൗണ്ടാണ് ഇവിടെ, ഗും 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 എന്നും പറഞ്ഞാൽ ഡീസൽ സൗണ്ട് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അങ്ങനെ ബാങ്കറൊക്കെ പിടിപ്പിച്ച് WDP4B ട്വിൻസ് പുറകിലും ഫ്രണ്ടിലൊരു പൂനെ WDP4D. അങ്ങനെ 3 ലോക്കോടെ കരുത്തോടെ നമ്മൾ കണ്ട് ബ്രാഗൻസ ഗാർഡ് സെക്ഷൻ കയറുവാണ് കേട്ടോ. താഴെ നിന്ന് കയറുമ്പോൾ തന്നെ നല്ല കയറ്റാണ്. അപ്പോൾ ഇങ്ങനെ പയ്യെ പുറകിൽ നല്ല പവർ കൊടുത്താണ് വണ്ടി കയറുന്നത്. ഈ ഗാർഡ് സെക്ഷനിലൊരു 40 kmph ഒക്കെ സ്പീഡ് ഉണ്ടാകും കേട്ടോ. ഈ ഗാർഡ് സെക്ഷനിലെ ഞാനൊരു 2 കൊല്ലം മുമ്പ് യാത്ര ചെയ്തപ്പോൾ ഇതേപോലെ നമ്മൾ ഈ ഗാർഡ് സെക്ഷനിൽ പോകുമ്പോൾ ആ ഒരു ട്രാക്ക് സൗണ്ട് ഉണ്ടല്ലോ, കിടക്കിടക്കിടക്കിടക്കിട ആ സൗണ്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല കേട്ടോ. കഴിഞ്ഞ വർഷം യാത്ര ചെയ്തപ്പോൾ ഇല്ലായിരുന്നു, ഈ വർഷം ഇല്ല കേട്ടോ. അത് എന്തെങ്കിലും ട്രാക്കിൽ എന്തെങ്കിലും അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. ഫൈനലി ഗാർഡ്സ് കയറാൻ നേരത്ത് കണ്ട് മഴയും തുടങ്ങി. എപ്പോഴും ഗാർഡ്സിൽ മഴ ഉണ്ടാകും, അതെന്തായാലും ഗ്യാരണ്ടിയാണ്. ഗാർഡ്സ് കഴിഞ്ഞിട്ട് മഴയില്ലെങ്കിലും ഗാർഡ്സിൽ മഴ ഉണ്ടാവും. ഇങ്ങനെയായിട്ട് മഴ തുടങ്ങി. നമ്മളിനി ഫുള്ള് നനഞ്ഞ് കുതിരും കേട്ടോ. അതാണ് വേണ്ടത്, എന്നാലേ ആ ഒരു വൈബ് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ.
സ്റ്റേഷനിൽ ഒരു ഗുഡ്സ് കിടപ്പുണ്ട്. അതിന് മുന്നേ പക്ഷേ 2 ലോക്കം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അപ്പുറ സൈഡിൽ പോയി നിൽക്കട്ടെ, എന്നാലും ഡൂസാറ് കാണാൻ പറ്റത്തുള്ളൂ. നമുക്കിപ്പോൾ ഫോൾസിൻ്റെ ഒരു ദൂരെ നിന്നുള്ളൊരു വ്യൂ ഇപ്പോൾ കാണാൻ പറ്റും. കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സീറ്റിൽ പോയി ഇരുന്ന് അടുത്തുള്ള വ്യൂ കാണിച്ചു തരാം. എന്ത് ഭംഗിയല്ലേ അത് കാണാൻ. ഇനിയിപ്പോൾ നമുക്ക് തൊട്ടടുത്തോടെ കാണാൻ പറ്റും. കാണിച്ചു തരാം. ഇവിടെ 2 ടണലിൻ്റെ ഇടയ്ക്ക് ഒരു വെള്ളച്ചാട്ടം ഉണ്ട്, നോക്കണേ. ഒരു രക്ഷയില്ല. അസാധ്യ ഭംഗി എന്ന് വെച്ചാൽ അസാധ്യ ഭംഗി. നല്ല വെള്ളമുണ്ട്. എൻ്റെ തല മൊത്തം നനഞ്ഞ് ഫുള്ള് നനഞ്ഞു കേട്ടോ. അതിൻ്റെ താഴെ ട്രക്കിങ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നേ. വൈബായിരുന്നു. അങ്ങനെ ഈ വർഷവും നമ്മളങ്ങനെ ദൂദ്സാഗർ കണ്ടു. ഇത് ദൂദ്സാഗർ സ്റ്റേഷനാണ് ഇത് കേട്ടോ. നമുക്ക് മുകളിൽ കണ്ടോ കോടയൊക്കെ ഇറങ്ങി. ഒരു രക്ഷയില്ല. എന്തോ വൈബാന്ന് നോക്കിയേ. അടിപൊളി. ഇപ്പോൾ നല്ല കിടിലം മഴയാണ് നോക്കി. മുകളിലോട്ട് വന്നപ്പോഴേക്കും മഴ ഇങ്ങനെ കൂടി വരിക. അടിപൊളി. നല്ല തണുപ്പുണ്ട് ഇപ്പോൾ. ഭയങ്കര ഈ ബ്രെത്ത് ടേക്കിംഗ് വ്യൂസ് ആണ് നമുക്കിത് കാണുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. എൻ്റെ ദൈവമേ, എന്തോ അടിപൊളി സീനറിയാന്ന് നോക്കി. നല്ല ക്ലൈമറ്റ് ഒരു രക്ഷയില്ല. അടിപൊളി ക്ലൈമറ്റ്. നല്ല മഴയും തണുപ്പും. ഇതിനപ്പുറം കിട്ടിയിട്ട് നിങ്ങളിപ്പോൾ കണ്ട ആർച്ച് ബ്രിഡ്ജ് ഉണ്ടല്ലോ, അത് ടണൽ നമ്പർ 7 കഴിഞ്ഞിട്ട് ഉടനെ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ്. ദൂദ്സാഗർ ഫോൾസ് കഴിഞ്ഞിട്ട് ഏറ്റവും ബെസ്റ്റ് ഈ റൂട്ടിലെ കാണാൻ കാഴ്ചയുള്ള ആ ഒരു ആർച്ച് ബ്രിഡ്ജാണ് കേട്ടോ. അത് നമ്മൾ ദൂദ്സാഗർ ഫോൾസ് കഴിഞ്ഞിട്ട് നമ്മൾ ടണൽ നമ്പർ 7 ഉണ്ട്. ടണൽ നമ്പർ 7 കഴിഞ്ഞിട്ട് ഉടനെ ലെഫ്റ്റ് സൈഡാണ് ആ വളവുള്ളത്. ഒരു ആർച്ച് ബ്രിഡ്ജാണത്. നല്ല കീഴിലെ സീനറിയാണ്. നമ്മളിപ്പോൾ കരൻസോളിൽ എന്നൊരു സ്റ്റേഷൻ കഴിഞ്ഞേ. ഇപ്പോൾ ഈ കരൻസോൾ സ്റ്റേഷൻ കഴിഞ്ഞ് നമ്മളിങ്ങനെ കാസർഗോഡൊക്കെ ഭാഗത്തേക്ക് പോവുകയാണ്. നല്ല മഴയാണ്. നല്ല മഴയും പിന്നെ നല്ല തണുപ്പും. എന്ത് മഴയാന്ന് നോക്കി. എൻ്റെ ദൈവമേ, ഇടിച്ചു കുത്തി മഴയും. ഇപ്പോൾ നോക്കുക, കരൻസോൾ കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര മഴ. ഭയങ്കര മഴ. ഇത്ര നേരം ചാറ്റൽ മഴയായിരുന്നു.
ഇപ്പോൾ ഫുള്ള് മഴ. നമ്മുടെ ഫോണൊക്കെ ഫുള്ള് നനഞ്ഞ് കുതിർന്ന്, ഐഫോൺ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, തുടച്ചെടുക്കാം. നനഞ്ഞ് കുതിർന്ന് നോക്ക്, ഇജാതി മഴ. ആ ടണലിൻ്റെ ആ ഒരു എൻട്രി ഉണ്ട്, നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഒന്നും പറയണ്ട, ഫോണിനകത്ത് വെള്ളം കയറി, മൈക്കിനകത്ത് വെള്ളം കയറി, പക്ഷേ രസമായിരുന്നു, നല്ല എൻജോയ് ചെയ്യാൻ പറ്റി. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ഒരു ക്ലൈമറ്റ് ആയിരുന്നു ഗാഡ്സിൽ. നമ്മളിപ്പോൾ ഗാഡ്സ് കയറി ഓൾമോസ്റ്റ് മുകളിൽ ഏതാണ്ട് കാസർഗോഡൊക്കെ എത്താറായിട്ടുണ്ട്. പൊളി, ഒരു രക്ഷയില്ല കേട്ടോ. ഗാഡ്സിൽ മാത്രമേ ഉള്ളൂ മഴ, ഗാഡ്സ് കഴിഞ്ഞ് വലിയ മഴയൊന്നുമില്ല. ദൂദ്സാഗർ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ബ്രാഗൻസ ഗാർഡ്സ് ഒക്കെ കയറി നമ്മളങ്ങനെ കർണാടകത്തിലെ കാസൽ റോക്ക് സ്റ്റേഷനിൽ കയറുവാണേ. മൈക്കിന് ചെറിയൊരു എരപ്പ് പോലുണ്ട്, കുറച്ച് കഴിയുമ്പോൾ റെഡി ആവും. ഇപ്പൊ നേരത്തേക്കാട്ടും ഭേദമുണ്ട്, ഈ വെള്ളം കയറിയുണ്ടാണ്, വേറൊന്നുമല്ല. ആദ്യം കണ്ട ലോക്ക് കണ്ടിട്ടുണ്ട്. അത് നമ്മ കർണാടക എന്ന ലിവറിയിലുള്ളൊരു ഇവരുടെ ഒരു ഹൂബ്ലിയുടെ WDP 4B ലോക്കുമാണ്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടത് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഓരോ തവണ വരുമ്പോഴും നമുക്ക് നിരാശയായിട്ട് പോകാൻ പറ്റത്തില്ല, അതുപോലത്തെ എക്സ്പീരിയൻസ് ആണ്. ശരിക്കും ഗാഡ്സ് കയറി ദൂദ്സാഗർ കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര മഴ പെയ്തത്. മഴ പെയ്ത് ഫോണൊക്കെ നനഞ്ഞ്, മൈക്കും ഇപ്പോഴും ചെറിയ സൗണ്ടിന് പ്രശ്നമുണ്ട്, റെഡിയാവും. ഞാൻ ഊതി കുറച്ച് കളഞ്ഞതാണ്, പിന്നെ അങ്ങനെ വലിയ പ്രശ്നമൊന്നും വരുത്തൊന്നുമില്ല. പക്ഷേ ഒരു രസമായിരുന്നു കേട്ടോ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓരോ തവണ നമ്മൾ ഓരോ വർഷം നമ്മൾ ചിലപ്പോൾ ഒരു വർഷമൊക്കെ 2 തവണ വരാറുണ്ട്. ദൂദ്സാഗർ നമ്മൾ വരുമ്പോഴേക്കും ഓരോ എക്സ്പീരിയൻസാണ്. നമ്മൾ കാസർഗോഡൊക്കെ ഒരു 15 മിനിറ്റ് നേരത്തെ എത്തിയത്. ഇപ്പോൾ സമയം എത്രയായി? 12:03 12:10 ഇവിടെ നിന്ന് എടുക്കത്തുള്ളൂ ഇനി. എന്നിട്ട് ഇനി ലോണ്ടേ ചെന്നിട്ട് അവിടെ നിന്ന് ലോക്കോ റിവേഴ്സിലും ഉണ്ട്. വണ്ടി വിടേണ്ട ടൈമായി. വണ്ടി വിടാൻ ടൈം കഴിഞ്ഞിട്ട് 10-15 മിനിറ്റ് കഴിഞ്ഞു, എന്നിട്ട് എടുത്തില്ല. എനിക്ക് തോന്നുന്നു എന്തെങ്കിലും മറ്റേ ക്രോസിങ് എന്തെങ്കിലും കാണും, കാരണം ഇവിടെ നിന്ന് കുറച്ച് ഭാഗം സിംഗിൾ ലൈനാണ്, പിന്നെ അത് കഴിഞ്ഞാൽ ഡബിൾ ലൈൻ ഉള്ളത്. കറക്റ്റ് 15 മിനിറ്റ് ലേറ്റ് ആയിട്ട് 12:25 നമ്മളെടുത്തേ. ഇനിയിപ്പോൾ നമ്മൾ എത്തുന്നത് ലോണ്ട ജംഗ്ഷനിലാണ്. അവിടെ ഈ വണ്ടിക്ക് ലോക്കോ റിവേഴ്സിലുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ലോക്കോ ഊരിയിട്ട് നമ്മുടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ കൊണ്ട് ലോക്കോ ഓടിപ്പിച്ചിട്ടാണ് നമ്മൾ ബെല്ലഗാവി ഭാഗത്തേക്ക് പോകുന്നത്.
ലോണ്ട ജംഗ്ഷനിൽ നമ്മളങ്ങനെ ഏകദേശം ഓൺ ടൈം 2 മിനിറ്റ് ഡിലേ മാത്രമേ ഉള്ളൂ വന്ന് കയറി. ഇനി ഇവിടെ നമ്മുടെ ലോക്കോ തിരിക്കും. ലോക്കോ തിരിച്ച് ഇനി ബലഗാവി സൈഡിൽ കൊണ്ട് പിടിപ്പിക്കും. നമ്മൾ എന്നിട്ട് ബലഗാവി സൈഡിലേക്ക് പോകും. ഗൈസ് ഇവിടെ ഒടുക്കത്തെ മഴയാണ്. ഇത് മഴയായിട്ട് തീമേ നല്ല മഴയാണ്. കുട പിടിച്ചിറങ്ങിയിട്ട് ഞാൻ മൊത്തം നനഞ്ഞ് ലാസ്റ്റ്. അതുപോലെ മഴ എൻ്റെ പുറവും എല്ലാം നനഞ്ഞ്. ഒന്നും പറയണ്ട. നമ്മുടെ ലോക്കോ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. ഞാൻ അത് തിരിച്ച് വന്ന് ഇനി പിടിപ്പിച്ച് എന്തായാലും 1 അരമണിക്കൂർ എടുക്കും സമയം. എന്തായാലും നല്ല ക്ലൈമറ്റാണ് കേട്ടോ. മല കയറി വന്നപ്പോഴേക്കും ക്ലൈമറ്റൊക്കെ രക്ഷയില്ല. വെയിൽ തന്നെ സാധനമില്ല കേട്ടോ. ഇപ്പം ഇനി ഇനി ലോക്കോ പിടിപ്പിച്ച് ഇനി വിടുമ്പോൾ നോക്കിയാൽ 1:30 ആവും. നമ്മുടെ ഫോർട്ട് ഇതാണ്ട് റിവേഴ്സ് അടിച്ച് വരുന്നുണ്ട്. 40313. ഇനിയിപ്പോൾ ഇത് ഫ്രണ്ടിൽ കൊണ്ട് പിടിപ്പിക്കുവേ. ഗുത്തയുടെ 2 WDG60 ലോക്കോസ് കണ്ട് വരുന്നുണ്ട്. അത് നേരത്തെ ഇപ്പോഴത്തെ ട്രാക്കിൽ കിടക്കുമായിരുന്നു. അതുകൊണ്ട് അവിടെ പോയിട്ട് ഈ ഒരു ട്രാക്കിൽ കൂടെ കണ്ട് എടുത്തുകൊണ്ട് വരിക. ഇവിടെ കുറേ ലോക്കോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. എന്തോന്നൊരു പിടുത്തം കിട്ടുന്നില്ല. നേരത്തെ ആ 60 പിന്നെ അതിന് പുറകിൽ കണ്ട് പൂനെയുടെ 2 EMD ഉണ്ട് വന്നേക്കുന്നത്. ലോഡൊന്നും ഇല്ല കേട്ടോ, ചുമ്മാ ലോക്കോ മാത്രമേ ഉള്ളൂ. നമ്മുടെ പൂർണ്ണ എക്സ്പ്രസ് ഉണ്ട്. പൂനെക്കുള്ള യാത്ര ഇവിടെ നിന്ന് തുടങ്ങിയിരിക്കുകയാണ്. 1:33 ഇപ്പോൾ സമയം. ഇവിടെ നിന്ന് ഒരു 51 കിലോമീറ്റർ ഉള്ളൂ ബലഗാവിക്ക്. അപ്പോൾ നമ്മളൊരു 2:15 റേഞ്ചിലെത്തും. എന്തോ സൗണ്ടാ നോക്കിയേ, കീടിലെ സൗണ്ട്, പക്ക ആൽക്കോടെ സൗണ്ട് കേട്ടോ. പൊളിച്ച എൻട്രി. ലോണ്ടേന്ന് റൈറ്റിലേക്ക് കിടക്കുന്ന ലൈനാണ് ഈ ബലഗാവിക്ക് പോകുന്ന ലൈൻ. ബലഗാവി മീറജ് വഴി പൂനെ. നമ്മൾ ആ ലൈനിൽ കയറി. ഈ ലോണ്ട കഴിഞ്ഞിട്ടും ടുവാർഡ്സ് ബലഗാവി പോകുന്ന റൂട്ടും നല്ല റൂട്ടാണ്. ഫുള്ള് പച്ചപ്പൊക്കെ ആയിട്ടേ നല്ല റൂട്ടാണ്. കാടാന്ന് തോന്നുന്നു. ഇതൊക്കെ കാടാണ്, ഫുള്ള് വനപ്രദേശമാണ്. സ്പീഡ് കുറവാണ് കേട്ടോ. സ്പീഡ് ഒരു 60-70 ആ റേഞ്ചൊക്കെ ഉള്ളൂ. ഫുള്ള് വളവും തിരിവുകയാണേ. സമയം അങ്ങനെ 2:37 നമ്മളങ്ങനെ ബലഗാവിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ലാസ്റ്റ് ടൈം ബലഗാവി വന്നപ്പോഴേക്കും നമ്മളവിടെ ഒരു രാത്രി മൊത്തം പെട്ട് കിടന്ന് എനിക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. ആ വീഡിയോ കണ്ടില്ലേ, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് കണ്ടുപോകെ. നല്ല തണുപ്പാണ് പകല് തന്നെ. അപ്പോൾ രാത്രി എന്തുമായിരിക്കും, നല്ല തണുപ്പുണ്ട് ഇപ്പോൾ കേട്ടോ. നല്ല കിടിലൻ തണുപ്പോടെ നമ്മൾ കണ്ട് ബലഗാവിയിൽ വന്ന് കയറി കേട്ടോ. ബലഗാവി ഇപ്പോൾ സമയം 2:30 അങ്ങനെ നമ്മൾ ബലഗാവിയിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് വീണ്ടും കുറേ ആൾക്കാരൊക്കെ കയറുന്നുണ്ട്. അയ്യോ, നമ്മൾ ഒരു വർഷം മുമ്പ് കറക്റ്റ് ഇവിടെ വന്നാണ് ബലഗാവി സ്റ്റേഷനിൽ. നമ്മളിപ്പോൾ ബലഗാവി വന്നിട്ടേ നമ്മളിനി തിരിച്ച് ബാംഗ്ലൂർ വഴി നാട്ടിൽ പോവാണ്. ഈ വീഡിയോ തന്നെ അത് കാണിക്കാം, വേറെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർക്ക് പോകുന്നത് ഇവിടെ നിന്ന് രാത്രി 10 മണിക്കുള്ള ബലഗാവി ബംഗളൂരു സൂപ്പർ ഫാസ്റ്റാണ്.
ആ വണ്ടിക്കൊരു പ്രത്യേകതയുണ്ട്. ഈ ബലഗാവി ബാംഗ്ലൂർ റൂട്ടിൽ ഓടുന്ന വണ്ടികളിൽ ഈ വന്ദേ ഭാരത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് വണ്ടി ഇതാണ്. അതായത് 64 kmph ആവറേജ് സ്പീഡുള്ള ഈ റൂട്ടിലെ സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് വണ്ടി പോരെ. ഇപ്പോൾ 4 ചോദിക്കുക 6 സ്റ്റോപ്പ് എന്തേ ഉള്ളൂ ഈ വണ്ടിക്ക്. ഇവിടെ നിന്ന് ഇട്ടാൽ പിന്നെ ധാർവാഡ്, ഹൂബ്ലി അങ്ങനെ ഒരു 6 സ്റ്റോപ്പേ ഉള്ളൂ. കിടിലം വണ്ടിയാണ്. പക്ഷേ ഇത് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല, നട്ട രാത്രിയാണ്. ഇന്നലെ രാത്രി ഉറങ്ങിയില്ലായിരുന്നു, അതുകൊണ്ട് ഉറങ്ങണം. അപ്പോൾ ഇതാണ് നമ്മുടെ ബലഗാവി സ്റ്റേഷൻ കേട്ടോ. നല്ല കിടിലം സ്റ്റേഷനാണ്. ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട് പല തവണ. ഇതാണ് നമ്മുടെ സ്റ്റേഷൻ്റെ കെട്ടിടം. നമ്മൾ ബലഗാവിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോകുന്ന ബലഗാവി സൂപ്പർ ഫാസ്റ്റിൻ്റെ റേക്ക് ഇവർ റിവേഴ്സ് അടിച്ച് കൊണ്ടുവരികയാണ്. ഇത് ബാംഗ്ലൂരിൻ്റെ വണ്ടിയാണ്, ബാംഗ്ലൂർ മെയിൻ്റനൻസ് വണ്ടിയാണ്. അപ്പോൾ ഇത് രാവിലെ വന്നിട്ട് തിരിച്ച് രാത്രി പോകുന്നുണ്ട്. ഇവിടെ ഒരു പരിപാടി ഒന്നുമില്ല, ക്ലീനിങ് മാത്രമേ ഉള്ളൂ കേട്ടോ. ബലഗാവി എക്സ്പ്രസ് 20654 വന്ദേ ഭാരത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് വണ്ടിയാണ് ഈ റൂട്ടിൽ കേട്ടോ. അത്രയ്ക്ക് കിടിലം പ്രയോറിറ്റി വണ്ടിയാണ് നമ്മളീ പോകുന്ന ഈ ബലഗാവി സൂപ്പർ ഫാസ്റ്റ്. ബലഗാവി ബാംഗ്ലൂർ സൂപ്പർ ഫാസ്റ്റിൻ്റെ ലോക്കോ ഒരു KR പുരത്തിൻ്റെ P7 എല്ലാ ദിവസവും P7. നേരത്തേക്ക് ഇതിന് ഡീസലൊക്കെ ആയിരുന്നു, ഇപ്പോൾ പക്ഷേ P7. 37698 അതാണ് കേട്ടോ ലോക്കോയുടെ നമ്പർ. അപ്പോൾ ഈ ഒറ്റ ലോക്കമാണ് നമ്മുടെ വണ്ടീനെ ബാംഗ്ലൂർ വരെ കൊണ്ടുപോകുന്നത്. ഇത് ട്രെയിൻ ബോർഡ് ഉണ്ട്, നല്ല അടിപൊളി ട്രെയിൻ ബോർഡ്. ബലഗാവി എക്സ്പ്രസ് എന്നാണ് കന്നഡയിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും. സൂപ്പർ ഫാസ്റ്റ് കാറ്റഗറി വരുന്നൊരു വണ്ടിയാണ്. 20654 എന്നാണ് നമ്പർ. ഞാൻ സ്ലീപ്പറിനാണ് ഈ വണ്ടിക്ക് പോകുന്നത്. നല്ല തണുപ്പാണ് പുറത്ത്. ഞാനൊരു മണ്ടത്തരം കാണിച്ചു, കൂടി ഒന്നും എടുത്തില്ല. എൻ്റെ ആകെ ഒരു മങ്കി ക്യാപ്പ് മാത്രമുള്ളൂ, വേറെ ഒന്നുമില്ല. വൻ മണ്ടത്തരമാണ് കാണിച്ചത്. നല്ല തണുപ്പാണ്, നല്ല തണുപ്പാണ്, തണുത്ത കാറ്റിങ്ങനെ അടിക്കുവാണ്. അപ്പോൾ സ്ലീപ്പറാണ് എടുത്തത്. എന്തോ പറയാൻ നോക്കി. ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അതായത് ബെൽഗാം ബാംഗ്ലൂർ റൂട്ടിലെ സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് വണ്ടിയാണ് ആഫ്റ്റർ വന്ദേ ഭാരത്. 64 kmph ആവറേജ് സ്പീഡുള്ള ഒരു സൂപ്പർ ഫാസ്റ്റ് അടിപൊളി ഒരു നൈറ്റ് റൈഡർ വണ്ടിയാണിത്. ഗുജറാത്തിലെ വെള്ളപ്പൊക്കമൊക്കെ കാരണം ഓടിത്തേന് 12 മണിക്കൂർ ലേറ്റായിട്ട് വരുന്ന ഗരീബ് നവാസ് എക്സ്പ്രസ് ആണ് ഈ വരുന്നത്. അജ്മീറിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോകുന്ന വണ്ടിയാണ്. രാവിലെ 9:00 എത്തേണ്ട വണ്ടിയാണ്, ഇപ്പോൾ എത്തുന്നത് രാത്രി 9:00. അതെ, എന്തുമല്ലേ. ഒരു തണുത്ത അടിപൊളി രാത്രി യാത്ര നമ്മൾ നടത്തുകയാണ്. ഞാനിപ്പോൾ കയറി കിടന്ന് ഉറങ്ങി, എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ. നല്ല തണുപ്പാണ്, നല്ല തണുപ്പാണ്. ഈ വണ്ടിയാണ് അടിച്ച് മിന്നിച്ച് പോകുന്നൊരു വണ്ടിയാണ്. നമ്മൾ രാവിലെ ഇപ്പം യശ്വന്ത്പൂർ എത്താറായിട്ടുണ്ട്. എൻ്റെ ദൈവമേ, ഇന്നലെ ഈ രാത്രി പോയ പോക്ക് ഈ വണ്ടി ഒടുക്കത്തെ പോക്ക്, എന്തോ പോക്കാൻ പോയെന്നറിയോ. നല്ല സ്പീഡും തണുപ്പുണ്ടായിരുന്നു. ഇത് അടച്ചിട്ടുണ്ട്, വലിയ തണുപ്പറിഞ്ഞില്ല. ഇവിടെ അടുത്ത് ഫാനൊന്നും ഇട്ടില്ല ആരും. നല്ല പോക്കെ പോണം, വെറുതെ ഇല്ല സൂപ്പർ ഫാസ്റ്റ് എന്നൊക്കെ പേരിട്ടേക്കണേ വണ്ടിക്ക്. ഇതാണ് സൂപ്പർ ഫാസ്റ്റ് ഇരിക്കും. തുംകൂര് വെച്ചിട്ട് ഇത് ഗോൽ ഗുംബാസിനൊക്കെ കയറി ഓട്ടൊക്കെ അടിച്ചായിരുന്നു. വെറും 5 മിനിറ്റ് മാത്രം ഡിലേയോട് കൂടി നമ്മുടെ ബംഗളൂരു സൂപ്പർ ഫാസ്റ്റ് കണ്ട് യശ്വന്ത്പൂർ കയറുവാണേ. നമ്മൾ കഴിഞ്ഞ ദിവസം സകലേഷ്പൂർ സുബ്രഹ്മണ്യ ഘാട്സിൽ കൂടെ പോയ വണ്ടിയാണ് കിടക്കണേ, മറ്റേ യശ്വന്ത്പൂർ കാർവാർ എക്സ്പ്രസ്. അതിന്നുണ്ട് ഈ വണ്ടി. നമ്മൾ KSR ബാംഗ്ലൂർ എത്തിയപ്പോൾ സ്ലീപ്പർ വന്ദേ ഭാരത് കിടക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ബാംഗ്ലൂർക്ക് മുംബൈക്ക് ഓടാൻ വന്ന വന്ദേ ഭാരത് സ്ലീപ്പർ കേട്ടോ. ഇവിടെ നമ്മുടെ ബാംഗ്ലൂരിൽ മറ്റേ BML ഉണ്ടല്ലോ, അവിടെ ഉണ്ടാക്കുന്ന റേക്കാണ് ഈ കാണുന്നത് കണ്ടോ. എന്തോ ഫിനിഷിങ് ആണെന്ന് നോക്കിയാൽ സെറ്റ് റേക്ക് കേട്ടോ. പുത്തൻ റേക്കല്ല, 2024 മീഡാണ്, പക്ഷേ സംഭവം ഓടിയിട്ടൊന്നുമില്ല. ഈ വന്ദേ ഭാരത് സ്ലീപ്പർ ഇവർ എപ്പോൾ തുടങ്ങുമെന്നൊന്നും അറിയത്തില്ല. പക്ഷെ റേക്ക് ഇപ്പം ഒരെണ്ണം ഇവിടെ ഉണ്ട്, ഒരെണ്ണം ബംഗളൂരു കണ്ണോന്മല കണ്ട ഒരു റേക്കും കിടപ്പുണ്ട്. ബംഗളൂരു കണ്ണോന്മല കണ്ട യശ്വന്ത്പൂരാണെന്ന് അറിയത്തില്ല, എവിടെ ഒരെണ്ണം കൂടെ കിടപ്പുണ്ട്. ഈ വണ്ടിയുടെ ശരിക്കുമുള്ള ആവറേജ് സ്പീഡ് 64 kmph ആണ് ആസ് പെർ ഷെഡ്യൂൾ. 9.5 മണിക്കൂറാണ് റണ്ണിങ് ടൈം. ഇന്ന് ഈ വണ്ടി 8 മണിക്കൂർ 54 മിനിറ്റ് എടുത്തുള്ളൂ. അതായത് 68 km/h ആവറേജ് സ്പീഡ്. കിടിലം വണ്ടി, ഒരു രക്ഷയില്ല. നമ്മുടെ നാട്ടിൽ പോകുന്ന നമ്മുടെ സ്വന്തം ഐലൻഡ് എക്സ്പ്രസ്സിനാണേ. അപ്പോൾ റേക്ക് ഇപ്പോൾ സമയം 6:45 ആയപ്പോഴാണ് വരുന്നത്. 8 മണിക്ക് വിടും വണ്ടി. നമ്മൾ ഇഷ്ടംപോലെ തവണ പോയിട്ടുണ്ട് വണ്ടിക്ക്.
അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് AC കാണാൻ ഞാൻ പോകുന്നത്. ഒരു DG4 ലോക്കോ ആണ് ഐലൻഡിൻ്റെ റേക്ക് അവിടെ ഷണ്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. പഴയ DG4 ആണ്, നരച്ചിരിക്കുന്ന ഒരു സാധനം. നോക്ക്, നമ്മുടെ ഐലൻഡിൻ്റെ ലോക്കോ ഇന്ന് വന്ന് ഒരുപാട് താമസിച്ചാണ്. 7 മണി കഴിഞ്ഞ് 7:15 ആയപ്പോഴാണ് വന്നത്. KR-പുരം ഷെട്ടിൻ്റെ P7 ആണ് 37702. അപ്പോൾ ഇതാണ് ഈ വണ്ടിയെ കൊണ്ടുവന്നിരുന്നത്. ഈ യാത്രയെല്ലാം മൊത്തം സ്ലീപ്പറായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്ന സെക്കൻഡ് AC-ക്കാണ്. A2 നല്ല അടിപൊളി സെക്കൻഡ് AC ആണ്. സെക്കൻഡ് AC സൈലോർ ആൻഡ് ബുക്കിംഗ് തുടങ്ങുന്ന അന്ന് തന്നെ ബുക്ക് ചെയ്തിട്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കോച്ച്. ഇതാണ് എൻ്റെ ബർത്ത് കേട്ടോ. സൈഡിൽ ഓവർ നല്ല ഈയിടെ എങ്ങാണ്ട് ഓവറുകളൊക്കെ കഴിഞ്ഞ അടിപൊളി കോച്ചാണ്. നൈസ് കോച്ച്. 2019 കോച്ചാണ്, പക്ഷേ നല്ല പുത്തനായിട്ട് ഫീൽ ചെയ്യുന്നു. നല്ല അടിപൊളി ഓവർ ഹോളിംഗ് ഒക്കെ കഴിഞ്ഞ്. അപ്പോൾ നമ്മുടെ ഈ സെക്കൻഡ് AC-യുടെ തൊട്ടടുത്ത് മറ്റേ RMS ആണ്. ഇപ്പോൾ ഈ RMS ഈ ജനറൽ അവിടെ ഉള്ളതുകൊണ്ട് ജനറലിൽ ആരും ഈ AC-യിലൂടെ കയറത്തില്ല കേട്ടോ. നമ്മളങ്ങനെ തിരിച്ച് എറണാകുളത്തേക്ക് പോകുന്ന നമ്മുടെ ഐലൻഡ് എക്സ്പ്രസ് അങ്ങനെ ഒരു 4 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് എടുത്തത്. 8:14 എടുത്തത്. അപ്പോൾ ഇനി നമ്മൾ സ്ഥിരം കാണുന്ന കാഴ്ചകൾ തന്നെയാണ്. അപ്പോൾ ഇനി ഞാൻ പോയി എൻ്റെ ബർത്തിൽ പോയിരിക്കട്ടെ. ഐലൻഡിൽ കയറി നമ്മളിപ്പോൾ രാവിലെ ചാലക്കുടിയൊക്കെ എത്താറായിട്ടുണ്ട്. വണ്ടിയാണ് പക്ക ഓട്ടയം പോട്ടോ. ആദ്യമായിട്ടാണ് ഐലൻഡിൽ കയറി ഓട്ടയം ഓടുന്നത്. അതുപോലെ ഐലൻഡിൽ ഓട്ടയം ഓടുന്നതൊക്കെ വളരെ റെയറാണ്. നമ്മൾ തൃശ്ശൂരൊക്കെ ബിഫോർ ടൈമാണ് ഇത് കയറിയത്. തൃശ്ശൂർ വരെ ഓൺ ടൈമാണ്. പിന്നെ തൃശ്ശൂരിൽ നിന്ന് എറണാകുളം വരെ ഇത് പാസഞ്ചർ പോലെയാണ് ഓടുന്നത്. അതുകൊണ്ട് ലൂപ്പൊക്കെ കയറി ഇറങ്ങുമ്പോൾ ശകല ലേറ്റ് ആകുന്നുണ്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ലേറ്റേ ഉള്ളൂ. എന്തായാലും കൊള്ളാം കേട്ടോ. ആദ്യമായിട്ടാണ് ഐലൻഡിൽ കയറിയിട്ട് ഓൺ ടൈമൊക്കെ പോകുന്നത്. എന്ത് വട്ടമല്ലേ. നമ്മൾ പൂർണ്ണ കയറി ബലഗാവി പോയിട്ട് അവിടെ നിന്ന് ബാംഗ്ലൂർ വന്നിട്ട് ഐലൻഡിൽ വരുന്നത് രസമല്ലേ. ഇപ്പം നിങ്ങൾ കണ്ടത് 10 മണിക്കൂർ റീഷെഡ്യൂൾഡാക്കി ട്രിവാൻഡ്രത്ത് നിന്ന് വിട്ടാൽ നമ്മുടെ ഡൽഹി പോകുന്ന രാജധാനിയാണ്. അത് മറ്റേ ഗുജറാത്ത് മഹാരാഷ്ട്ര ലാൻഡ് സ്ലൈഡും വെള്ളപ്പൊക്കവും കാരണം ഡൈവേർട്ട് ചെയ്ത് വിട്ട് ഇവിടെ എങ്ങാണ്ട് 15-16 മണിക്കൂർ ലേറ്റായിട്ട് വന്ന വണ്ടിയാണ്. അതാണ് റീഷെഡ്യൂൾഡാക്കി വിട്ടത്. കാരണം ഇവിടെ സെക്കൻഡറി മെയിൻ്റനൻസ് ഉണ്ടായിന്. രാവിലെ നല്ല മഞ്ഞ് കണ്ടോ. ഫുള്ള് നോക്ക്, സൂപ്പറല്ലേ. അടിപൊളി പാടമൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നതുകൊണ്ടോ. ദൂത്സാറൊക്കെ പോയിട്ട് നമ്മളങ്ങനെ ലാസ്റ്റ് വീണ്ടും നമ്മുടെ എറണാകുളം ടൗണിലേക്ക് നമ്മൾ വന്ന് കയറുകയാണ്. ആദ്യമായിട്ട് ഈ ഐലൻഡിന് വന്നിട്ട് ഇത്രയും ഡിലേ ഇല്ലാതെ ഇവിടെ അത് കയറുന്നത്. ഇപ്പം 7:25 ആയതേ ഉള്ളൂ. 5 മിനിറ്റ് ലേറ്റ് ഉള്ളൂ. അപ്പോൾ ദൂത്സാഗർ യാത്രയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ് ശ്രദ്ധിക്കുന്നു. ഈ വർഷത്തെ ദൂത്സാഗർ യാത്ര കാര്യം ചോദിച്ചാൽ ഇനി ഓഗസ്റ്റിൽ ഞാൻ പോകുന്നുണ്ട് ആ ഒരു ഭാഗത്ത്. നോക്കട്ടെ, ഒന്നുകൂടെ പറ്റുമെങ്കിൽ നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം. നെക്സ്റ്റ് ദിവസം അടുത്ത വീഡിയോ കാണാം. ബൈ.